Hello everyone, welcome back to Raj Talks. കെന്നഡി റൈറ്റർ ഡയറക്ടർ അനുരാഗ് കശ്യപ്. അനുരാഗ് കശ്യപ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൗത്തിൽ കുറച്ചുകൂടെ അറിയപ്പെടുന്നൊരു നടനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലാണെങ്കിൽ റിവോൾവർ ക്ലബ്ബിൽ പുള്ളി വില്ലനായിട്ട് വന്നു, ഒരു രക്ഷയില്ല, അമേസിങ് പെർഫോമൻസ്. മഹാരാജയിലെ വില്ലൻ പുള്ളി വേറൊരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയിലെ ഒരു ആക്ടറിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിയിലെ ഡയറക്ടറിനെ തീർച്ചയായിട്ടും മലയാളികൾക്ക് അറിയായിരിക്കും. ഒരു പക്ഷേ അറിയാത്തവർക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുകയാണെങ്കിൽ ഗാങ്സ് ഓഫ് വസിയാപൂർ പാർട്ട് 1 ആൻഡ് 2, ബ്ലാക്ക് ഫ്രൈഡേ, മറ്റേ ബോംബെ ബ്ലാസ്റ്റിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള അത് നിങ്ങളൊരു ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ സ്റ്റോറീസ് എല്ലാം സെർച്ച് ചെയ്ത് അത് വായിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണോ അതുപോലെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു വച്ചിരിക്കുന്ന സിനിമ. ബ്ലാക്ക് ഫ്രൈഡേയുടെ വേറൊരു വേർഷൻ പറയുന്നൊരു കഥയുണ്ട്, ഷാഹിദ് എന്ന് പറഞ്ഞിട്ട് രാജ്കുമാർ റാവു അഭിനയിച്ച ചിത്രം. ഇതിലകപ്പെട്ടു പോകുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥയും അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന, വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ട്രൂ ഇവൻസിനെ ബേസ് ചെയ്യുന്നൊരു പടം പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അനുരാഗ് കശ്യപ്. ഹൻസൽ മെഹത്തയാണെന്ന് തോന്നുന്നു അത് ഡയറക്റ്റ് ചെയ്തത്, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പുള്ളിയുടെ കുറേ വൈരുദ്ധ്യങ്ങളുണ്ട്, ഭയങ്കര രസമാണ്. ചില സമയത്ത് പുള്ളി എടുക്കുന്നതെല്ലാം പുള്ളിയുടെ ഇഷ്ടത്തിന് ഒട്ടും കൺവെൻഷണൽ അല്ലാത്ത രീതിയിൽ എടുക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് പുള്ളി എന്ന മേക്കറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി സൗത്ത് സിനിമകളോട് ഭയങ്കരമായിട്ട് അഭിനിവേശമുള്ള, നമ്മുടെ എല്ലാ സിനിമകളിലും നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളും സംസാര രീതിയും. മലയാള സിനിമയെ പുകഴ്ത്തി പറയുന്നത് കൊണ്ടായിരിക്കാം പുള്ളിയോടൊരു ചായ്വ്, ഭയങ്കര ബയസ്ഡാണ് ഞാൻ എപ്പോഴും. രസമാണ് പുള്ളിയിലെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ പുള്ളി ഭയങ്കര രസമാണ്. വില്ലൻ ഷെയ്ഡ് ഇമൈക നൊടികൾ എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു വില്ലൻ പരിപാടി പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ചിരിയും പരിപാടിയൊക്കെ ഉണ്ട്, അത് മതി പൊന്നോ, ഒരു രക്ഷയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഇതെനിക്ക് തോന്നുന്നു 2023 പുറത്തു വന്നു. പക്ഷേ ഇത് കുറേ ഫെസ്റ്റിവൽസിലെല്ലാം പോയി, ഇപ്പോൾ OTT C5 ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ കണ്ട ചിത്രം, വെരി സാഡ് ടു സേ, എനിക്കൊരു ടയറിങ് വാച്ചായിട്ടാണ് തോന്നിയത്. അതായത് ഡയറക്ഷൻ കാര്യങ്ങൾ പരിപാടി പുള്ളി എപ്പോഴും തരുന്നൊരു ഫ്രഷ്നെസ് ഉണ്ട്, അത് ഈ പടത്തിനുണ്ട്. പക്ഷേ പറഞ്ഞ സംഭവങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുന്ന രീതി, അങ്ങോട്ട് കഥ അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് പോകുന്നില്ല എങ്കിൽ ഇതിൻ്റെ ദൈർഘ്യം 2.5 മണിക്കൂർ. അപ്പോൾ അങ്ങനെ എൻഗേജിങ് വാച്ച് അല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. മുൻകാല സിനിമകളുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഫുൾ ഡാർക്ക് മോഡാണ്. അതായത് മിക്കതും രാത്രി തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 2020 കോവിഡ് പശ്ചാത്തലത്തിലുള്ള സമയത്താണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. പോലീസിൻ്റെ തന്നെ ഹിറ്റ്മാനായിട്ട് വർക്ക് ചെയ്യുന്ന രാഹുൽ ഭട്ട് ആണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അനുരാഗ് കശ്യപിന് തന്നെ അഗ്ലി എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറായിട്ട് എങ്ങാണ്ട് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ആ ഫിലിമും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ്. അനുരാഗ് കശ്യപ് ഡയറക്ടർ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. മേ ബി ഐ എം റോങ്. പക്ഷേ അപ്പോൾ അതിൽ തന്നെ പോലീസിൽ നിന്ന് തന്നെ വേറൊരു എൻകൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താക്കപ്പെട്ടിട്ട് പോലീസുകാർ ഒരു കിഡ്നാപ്പിംഗ് സ്റ്റേജ് ചെയ്യുന്നു. എന്നിട്ട് ഇയാളെ അബ്ഡക്റ്റ് ചെയ്തിട്ട് ഇയാൾ പോലീസിൻ്റെ ഒരു ഹിറ്റ്മാനായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുട്ടിൽ ജീവിച്ച് ഇരുട്ടിൽ വന്ന ആൾക്കാരെയൊക്കെ കൊന്ന് പോലീസിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത്, തൻ്റെ ഫാമിലിയിൽ പോലും അറിയില്ല ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പോൾ ഫാമിലിയെ വിസിറ്റ് ചെയ്യുന്ന, സ്വന്തം വീട്ടിൽ CCTV ഒക്കെ വെച്ച് ആ ഫൂട്ടേജൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, ആൾക്കാരെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്ന, ഒരു എവിഡൻസ് പോലും വിടാതെ അത് കാണുന്ന വിക്ടിംസിനെ എല്ലാം കൊന്നിട്ട് ഇതിനൊരു ക്ലോഷറുണ്ട്. അതിലേക്ക് എത്തുമ്പോഴത്തേക്കും അറിയാം ഏകദേശം ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥാപശ്ചാത്തലം പോകുന്നത്. അങ്ങനെയൊക്കെ വളരെ സർപ്രൈസിങ് ആയിട്ട് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത്. രാഹുൽ ഭട്ട് ഭയങ്കര രസകരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു എന്താ പറയുക, വെൽ ബിൽറ്റ് പ്രിസഷൻ അങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരാൾ തന്നെ ഇത് ചെയ്യണം. അത് പുള്ളി 100% ജസ്റ്റിസോടെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെനിക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് സണ്ണി ലിയോണെയാണ്. പുള്ളിക്കാരി ഒരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇതിൽ ഒട്ടും ഫിറ്റിനാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മാക്സിമം നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഇനിയും ഒരുപാട് നന്നായി പെർഫോം ചെയ്യാം. ഇതിലെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഞെട്ടിച്ച് കളഞ്ഞു അങ്ങനൊന്നുമല്ല. പക്ഷെ കറക്റ്റായിട്ട് ഫിറ്റിനായി. അയ്യേ എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ പെർഫോമൻസ് നടത്തണമെങ്കിൽ തന്നെ ഒരുപക്ഷെ അത് ഒരു കശ്യപിൻ്റെ ഒരു ബ്രില്യൻസ് ആയിരിക്കാം. അതൊരു പുള്ളിയുടെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ആ ഒരു നടിക്കൊരു കാലിബർ വേണമല്ലോ. അപ്പോൾ അതുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി തെളിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു എന്താ പറയുക, പോലീസും അണ്ടർ വേൾഡുമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന ഇതിൽ കറണ്ട് പൊളിറ്റിക്സിനെ വലിച്ച് ഇടുന്നുണ്ട്.
കുറേ പോസ്റ്റേഴ്സൊക്കെ കാണിച്ചിട്ട് നമുക്കറിയാം അംബാനിയെയും അദാനിയെയും ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇമേജസ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ആ ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. ഒരു സ്ഥലത്ത് ഈ കോൺവെർസേഷൻ ഈ രാജ്യം ഭരിക്കുന്നത് ആരാണ്? മന്ത്രിമാരല്ല, ഒരു പാർട്ടിയല്ല, ഇതുപോലത്തെ ടൈക്കൂൺസ് ആണ്, ബിസിനസ് ടൈക്കൂൺസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ആ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തൊരു പോസ്റ്ററോ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ദേജാവു എന്നാണ് അത് കാണിക്കുന്നത്. ഒരു പക്ഷേ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഇത് തന്നെയാണെന്നുള്ള രീതിയിലായിരിക്കും. ആ ഒരു ബ്രില്യൻസ് ഒക്കെ സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇങ്ങനെ റിപ്പറ്റേറ്റീവ് ആയിട്ട് കുറേ കില്ലിങ്സും ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്നതും ഇതിൻ്റെ ഒരു മോഡും അത്ര ഒരു രസകരമായ ഒരു ടയറിങ് വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഒരു പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ബ്രില്യൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ മുൻകാല അനുരാഗ് കശ്യപ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര ക്യാച്ചി ആയിട്ടോ അല്ലെങ്കിൽ അത്ര എൻഗേജിങ് ആയിട്ടോ ഫീൽ ചെയ്തില്ല. ആം, അങ്ങനെയൊക്കെയാണ് ഇത് തോന്നിയത്. ഒരു പക്ഷേ അനുരാഗ് കശ്യപ് സിനിമ ആയതുകൊണ്ട് ക്ഷമയോടെ മുഴുവൻ ഇരുന്ന് കണ്ടതാണ്. വേറെ ഏതെങ്കിലും സിനിമയായിരുന്നെങ്കിൽ ചിലപ്പോൾ റിമോട്ടിൻ്റെ സഹായത്തോടു കൂടി മൊത്തം കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യേണ്ട അവസ്ഥ വന്നേനെ. പക്ഷെ ക്ലൈമാക്സിലെ ആ ഒരു പേ ഓഫും കാര്യങ്ങളും അതുമൊക്കെ പക്കാ എൻഗേജിങ് ആണ്. നമുക്കത് മനസ്സിലാവും. ഒരുപാട് ആദ്യം തന്നെ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില ക്യാരക്ടേഴ്സിനെയൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത് ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് വരെ നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതായിരുന്നു കെനഡി. എനിക്കൊരു ആവറേജ് വാച്ചായിട്ട് മാത്രം തോന്നിയ സിനിമ. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് അറിയാനുള്ളൊരു വ്യഗ്രത എന്നിൽ ഇപ്പോഴും നിഴലിക്കുന്നു. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.